ഒട്ടും സമയമില്ല എന്നാൽ ഒരു ബിരിയാണി കഴിക്കുകയും വേണം. അങ്ങനെയുള്ളവർക്കായിട്ട് ഇതാ ഒരു ഈസി റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഞാൻ ഇത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് കേട്ടോ. ഒരൊറ്റ പാത്രം മതി ഇതിനായിട്ട്. അപ്പോൾ സമയമില്ലാത്ത കൂട്ടുകാരൊക്കെ വേഗം വായോ, നമുക്ക് റെസിപ്പി വീഡിയോയിലോട്ട് പോവാം. പാൻ ചൂടായ ശേഷം അതിലേക്ക് നെയ്യും കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ മിക്സ് ചെയ്ത് അതൊന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് കാഷ്യൂനട്ട് ഇട്ട് വറുത്തെടുക്കാവുന്നതാണ്. ഇനി അതേ എണ്ണയിൽ തന്നെ നമുക്ക് കുറച്ച് സവാള ഇട്ട് വഴറ്റിയെടുക്കാം. ഇതൊന്ന് വഴണ്ടി വരുമ്പോൾ അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. അതും നല്ലപോലെ ഇളക്കി വഴറ്റിയെടുക്കാവുന്നതാണ്. ഇതിലോട്ട് ഞാൻ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി മല്ലിയില കൂടെ ചേർത്ത അരപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ മെയിൻ താരമായ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർക്കാം. ഉപ്പ് നിങ്ങൾ നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ചിക്കൻ ഇതേപോലെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് 15 മിനിറ്റത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി മസാലയിലോട്ടുള്ള പൊടികളാണ് ചേർക്കുന്നത്. 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാവുന്നതാണ്. ചിക്കൻ ഒന്ന് ഹാഫ് കുക്കായി വരുമ്പോൾ അരി തിളപ്പിക്കാൻ ആവശ്യമായ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട്. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള കണക്കിലാണ് നമ്മൾ എടുക്കുന്നത്. ഞാനിവിടെ ഒരു 3 കപ്പ് ബസുമതി റൈസും അതിനാവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് ഇതേപോലെ തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഒരു അരമുറി നാരങ്ങാ നീരും ഇതേപോലെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഇത് കണ്ട് അരഞ്ഞെട്ടണ്ട കേട്ടോ. ഞാനിതൊന്ന് ദം ചെയ്യാൻ വേണ്ടി തീ വളരെ ലോ ഫ്ലെയിമിലിട്ട് കട്ടിയുള്ള എന്തെങ്കിലും മുകളിലെടുത്ത് വെച്ചാൽ അപ്പോഴേ ആ ബിരിയാണിയൊക്കെ ലോ ഫ്ലെയിമിലിരുന്ന് നല്ലപോലെ വെന്ത് വരുള്ളൂ. ഇനിയും വെള്ളം കൂടിപ്പോയാൽ തന്നെ നമുക്കിത് കുറച്ച് നേരം തുറന്ന് വെച്ചിട്ട് വെള്ളം വറ്റിച്ച് എടുക്കാം. ഫൈനൽ ടച്ചപ്പിനായിട്ട് നമുക്ക് കുറച്ച് കാഷ്യൂനട്ടും കൂടി ഇട്ട് കൊടുത്ത് മല്ലിയില ഉള്ളവർ മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ബിരിയാണി എന്താ ഈ കളർന്ന്. ആക്ച്വലി ഇത് ഒരു തമിഴ്നാട് സ്റ്റൈല് ബിരിയാണിയാണ്. പക്ഷേ കേരള സ്റ്റൈൽ ദം ബിരിയാണിയായിട്ട് ഞാൻ മറ്റൊരു വീഡിയോയും ചെയ്യുന്നുണ്ട്. സോ എല്ലാവരും ചാനൽ ഫോളോ ചെയ്യാൻ മറക്കല്ലേ.